അബ്ബാ, രാത്രിക്കായി നന്ദിയോടെ 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 അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. अति पवित्र हमारे स्वर्गीय पिता, इस सुंदर समय के लिए, इस शाम की समय के लिए हम आपको स्तुति और धन्यवाद करते हैं प्रभु। വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിൽ കർത്താവേ, സ്തോത്രം. വലിയ ദൈവത്തിന്റെ വചനമാ പഠിപ്പാന്റെ ഗുണമായി പകൽക്കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ശേഷമായ ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം. आज शाम की समय भी अपने कामों के बाद प्रभु आपके वचन से सीखने के लिए हम सबको इकट्ठा किए, इसलिए हम धन्यवाद करते हैं। കർത്താവേ, ഇവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. आपके महान कृपा के लिए हम धन्यवाद। ദൈവമായ കർത്താവിന്റെ ധാരാളമായി ഞങ്ങളെ അനുഗ്രഹിക്കണം. आपके कृपा से हमें आशीष ഈ करें। രാത്രികാലം ഞങ്ങളെയും ഞങ്ങളെ കേൾക്കുന്നവരോടും ദൈവത്തിന്റെ പരിശുദ്ധന ഇടപെടണം. വചനം പഠിപ്പാനുള്ള ദൈവവൃതം നൽകാനിക്കണം. परमेश्वर, आज शाम की समय हमसे और हमें सुनने वालों को भी आप समझाइए और आपके वचन समझने के लिए हमारी सहायता करें। മാവൂരിലേക്ക് ചെന്ന ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ കണ്ണുകളെ തുറന്നതുപോലെ ഞങ്ങളെയും ഞങ്ങളെ കേൾക്കുന്നവരുടെയും ഹൃദയങ്ങളെ തുറക്കണം. परमेश्वर, एम्माऊर जाने वाले आपके चेलों के जैसे दिलों को और मनों को खोला है प्रभु, वैसे हमारे दिलों को और मनों को खोल दीजिए। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण പ്രാർത്ഥന करते हैं। കടന്നാൽ സ്തോത്രം. प्रार्थना आपने सुन ली, इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. ഹല്ലേലൂയ. हालेलुया। നമുക്കറിയാവുന്ന ചില പാട്ടുകൂടി പാടി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനമായ ഇന്ന് രാത്രികാലം പഠിക്കാം.
ഉയർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. स्वर्गीय पिता, हमारे सुंदर परमेश्वर, शाम के समय एक बार और आपके हाथ में मैं समर्पण करता हूं। ദൈവവചനത്തിന്റെ ആഴങ്ങളെ പഠിപ്പാൻ, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ കൃപകളെയും കുറിച്ച് പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണം. परमेश्वर आज रात के समय भी पवित्र आत्मा के बारे में, उनके कृपा वरदानों के बारे में सीखने के लिए हमारे അവിടുത്തെ सहायता करें। കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. आपके हाथ में हमें पूरी तरह समर्पण ഗ്രഹിപ്പാനുള്ള करते हैं। ദൈവം മാനിക്കണം. हमें समझने के सहायता करिए प्रभु। പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണം. पवित्र आत्मा में सिखाइए। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते പ്രാർത്ഥനകളിനാൽ സ്തോത്രം. हैं। आपने हमारी प्रार्थनाओं को सुन लिया, इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ यीशु मसीह के नाम से ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर हम सबको सहायता करें। ഈ പകൽക്കാലവും കർത്താവിൻ്റെ വചനം പഠിപ്പാൻ്റെ ഗുണമായി ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. आज रात के समय भी परमेश्वर के वचन सीखने के लिए परमेश्वर ने हमारी सहायता किया, इसलिए हम धन्यवाद करेंगे। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൃപാവരങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. पिछले दिनों में हमने परमेश्वर के पवित्र आत्मा के वरदानों के बारे में सीख रहे थे। അതിൽ നമ്മൾ ഏകദേശം നവകൃപാവരങ്ങൾ പൂർണ്ണമായും തീരത്തക്ക നിലകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. हाँ, 9 वरदानों पूरा हमने सीख लिया है, खत्म होने वाला है। നമ്മളിപ്പോഴേ സൗഖ്യമാക്കുന്ന സൗഖ്യത്തിൻ്റെ വരത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. अभी हम जो सीख रहे हैं वो है चंगाई के वरदान। കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിങ്ങനെ പഠിച്ചു ചിന്തിക്കുവാനിടയായി ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വരങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുവാനിടയായി പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് പോലെയാണ് ദൈവവരങ്ങളെ കൊടുക്കുന്നത്. हाँ, पिछले दिनों में हमने सीखा है कि परमेश्वर पवित्र आत्मा की इच्छा के अनुसार हमें वरदान मिलता है। ചില വരങ്ങൾ നമ്മളെ സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ ചില വരങ്ങൾ അതത് സമയങ്ങളിൽ മാത്രമേ ദൈവഹിതപ്രകാരം നമുക്ക് അതിൻ്റെ അഭിഷേകം പകരപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ കാണുവാനായിട്ടിടയായി. कुछ वरदान जो हमेशा हमारे साथ हमारे अंदर रहते हैं, लेकिन कुछ वरदान जो है समय के अनुसार कार्य करने का। 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മളത് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. पहला कुरिन्थियों की किताब में से हमने पढ़ा था उसका 12:11. उसका 12 का। എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവനത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അല്ലെങ്കിൽ 10 മുതൽ ഞാനൊന്നുകൂടെ വായിക്കാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. 9 മുതൽ 8 മുതൽ വായിക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരുവനെ ആത്മാവിൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനവും വേറൊരുവന് ആത്മാവിൽ വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവന് ചില ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവം ഇച്ഛിക്കുന്നത് പോലെയാണ്. आमेन। हमें लिखा है क्योंकि हर एक को आत्मा के द्वारा बुद्धि की बातें दी जाती हैं और दूसरे को उसी आत्मा के अनुसार ज्ञान की बातें, और किसी को उसी आत्मा से विश्वास और किसी को उसी एक आत्मा से चंगा करने का वरदान दिया जाता है। फिर किसी को सामर्थ के काम करने की शक्ति और किसी को भविष्यवाणी की और किसी को आत्माओं की परख और किसी को अनेक प्रकार की भाषा और किसी को भाषाओं का अर्थ बताना। परंतु ये सब प्रभावशाली कार्य वही एक आत्मा करवाता है और जिससे जो चाहता है वो बांट देता है। അതുകൊണ്ട് ദൈവീയ കൃപാവരങ്ങളുടെ ഉടയവൻ പരിശുദ്ധാത്മാവാണ്. इसलिए हम समझ सकते हैं कि ये सारे वरदानों का जो देने वाला कौन है, वो हमारा परमेश्वर है। അതുകൊണ്ട് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ സമയമാണോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പെർമിഷൻ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. इसलिए हमें सबको ध्यान रखना है कि जब भी हम इस वरदानों का उपयोग करता है
तो हमें ये पता करना है कि पवित्र आत्मा की इच्छा है कि नहीं इसका उपयोग करने के लिए। എന്നാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ചെറിയൊരു കോൺട്രവേഴ്സി അവിടെ ഉണ്ട്. എല്ലാവരും സൗഖ്യമാകുന്ന ദൈവത്തിന് ഇഷ്ടമല്ലേ, എല്ലാവരും ദൈവത്തെ അറിയുന്ന ദൈവത്തിന് ഇഷ്ടമല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാം. हाँ, लेकिन बहुत बार हम पूछ सकते हैं कि क्या परमेश्वर को सब लोग चंगा होना अच्छा नहीं लगता, कि परमेश्वर का कार्य हमेशा होना सही नहीं लगता है क्या? എന്നാൽ ദൈവത്തിൻ്റെ ഓഫീസിനെ പറ്റി, ദൈവത്തിൻ്റെ സർവാധികാരത്തെ പറ്റി മനുഷ്യന് ഗ്രഹിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. लेकिन परमेश्वर की सर्वशक्ति के बारे में समझना हमें बहुत मुश्किल है. കാരണം പലയിടങ്ങളിലും പല കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് പലരെയും ചെയ്യാതിരിക്കുവാൻ പറയുന്നതായിട്ടും ചിലയിടങ്ങളിൽ ചെയ്യുവാൻ പറയുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. लेकिन परमेश्वर के वचन में हम बहुत जगह देख सकते हैं कि कुछ लोगों को कोई बात करने के लिए, कोई बात नहीं करने के लिए पवित्र आत्मा उनको समझाते हैं. ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളാണ് അതൊക്കെ. ये सब चीजें जो परमेश्वर के स्वभाव को हमें समझाने ഈ സമയത്ത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധം ആ കൃപാവരം ഉപയോഗിക്കുന്ന വ്യക്തിക്കുണ്ടായിരിക്കണം. हाँ, जो वरदान के उपयोग करने वाला व्यक्ति ये समझना चाहिए कि परमेश्वर की इच्छा क्या है. അങ്ങനെ അല്ല എന്ന് വരികിൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം ലഭിക്കാൻ സാധ്യതകളുണ്ട്, ലഭിക്കുന്നുണ്ട്, സാധ്യതകളല്ല ലഭിക്കുന്നു. परमेश्वर की इच्छा के विरुद्ध अगर उसका उपयोग करेगा तो जो उपयोग करने वाला व्यक्ति का उसका जो सामर्थ्य उन्हीं के ऊपर जाता है. ദൈവം തന്റെ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर अपने सारे वरदानों का उपयोग जब लोग करते हैं तो उसके द्वारा परमेश्वर को महिमा मिलना चाहिए. അത് വളരെയധികം ശ്രദ്ധിക്കണം. ദൈവം എന്ത് ചെയ്താലും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. अगर परमेश्वर किसी के द्वारा कुछ करना चाहते हैं तो उसके द्वारा परमेश्वर के नाम की महिमा होना परमेश्वर को अच्छा लगता है. അപ്പോൾ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കാത്ത, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സമയങ്ങളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തി ചില സമയങ്ങളിൽ അത് ചെയ്യുമ്പോൾ ദൈവനാമത്തിന് മഹത്വം, ചെയ്യുന്ന വ്യക്തികളുടെ നാമം അവിടെ ഉയർത്തപ്പെടുകയാണ്. लेकिन कुछ समय कभी कभी जो है लोग अपने इच्छा के अनुसार परमेश्वर की इच्छा के विरुद्ध जब वहाँ पे कार्य करते हैं तो वो महिमा सारा जो है उस व्यक्ति को जाता है. അതുകൊണ്ട് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാച് അവരെ മുതലെടുക്കുവാനിടയാവും. इसके द्वारा शैतान उनका उपयोग कर सकते हैं. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സഭാ ശുശ്രൂഷകളിൽ സഭയുടെ അധികാരം പുതിയ ശിഷ്യന് കൊടുക്കരുത്. इसलिए परमेश्वर के वचनों में लिखा है कि कलीसियाओं में सेवकाई जो है नए जो आया हुआ पासवान या नए चेलों को मत देना. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സക്സസ് ആയി കഴിയുമ്പോൾ അവരെ അറിയാതെ നിഗളിപ്പാനിടയുണ്ട്. वो इसलिए है कि वो अगर कोई एक दो बातें कर लिया उसमें अगर वो सही निकला तो वो आगे वो अपना घमंड दिखाएंगे. നിഗളം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനെ കൊണ്ടുവരുന്നില്ല. वो घमंड जो है परमेश्वर के नाम की महिमा नहीं, സ്വയം മഹത്വം അവിടെ എടുക്കുന്നത് കൊണ്ട് അത് ദൈവനാമത്തിന്റെ പ്രശ്നമുണ്ടാകും. वो अपने नाम की महिमा करते हैं, इसलिए परमेश्वर के नाम के विरुद्ध है. അതുകൊണ്ടാണ് എല്ലാ കൃപാവരങ്ങളുടെയും അല്ലെങ്കിൽ ഉദ്ദേശം ദൈവനാമത്തിന്റെ മഹത്വമാണ്. നമ്മളിപ്പോൾ താഴോട്ട് അതെല്ലാം കാണാൻ പോവുകയാണ്. ये सारे वरदानों का उद्देश्य ये है कि परमेश्वर के नाम की महिमा हो. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ ചിന്തിച്ചാണ് അവസാനിപ്പിച്ചത്. हम पिछले हफ्ते जो है यूहन्ना रचित समाचार उसका 5वां अध्याय 1 से लेकर 9 तक पढ़ के हमने खत्म किया था. സർവശക്തനായിരിക്കും ദൈവം യേശുക്രിസ്തു പോലും ചിലയിടങ്ങളിൽ എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയത് നമ്മൾ കാണുന്നില്ല. जो सर्वशक्तिमान परमेश्वर यीशु मसीह जो है बहुत जगह सारे लोगों को चंगाई करता है करके नहीं देखते हैं. എന്നാൽ അതേ സമയത്ത് യേശുവിന്റെ അടുക്കൽ വന്ന സകലരെയും നമ്മൾ സൗഖ്യമാക്കിയതായും നമ്മൾ കാണുന്നുണ്ട്. लेकिन यीशु मसीह के पास आए हुए हर एक लोगों को परमेश्वर ने चंगा किया करके भी हमने देखा. ഇത് നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇത്. ये परमेश्वर के स्वभाव को समझने के लिए ये सारी बातें बताया हुआ है. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ ബെഥസ്ദ കുളക്കരയിൽ ചെന്നതായ യേശു അവിടെ കുളക്കരയിൽ അനേക രോഗികൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നെങ്കിലും 38 വർഷമായിട്ട് രോഗമായിട്ട് കിടന്ന ഒരു വ്യക്തിയെ മാത്രമേ കർത്താവ് സൗഖ്യമാക്കിയുള്ളത് നമുക്ക് കാണാൻ കഴിയും. उस यूहन्ना रचित समाचार 5वां अध्याय में हम देखते हैं कि वहाँ पे उस कुंड के किनारे जो बेथस्दा कुंड के किनारे जो पड़े हुए 38 साल से जो बीमारी में पड़े हुए उस व्यक्ति को परमेश्वर ने चंगा किया. लेकिन बहुत सारे और बीमार थे करके हम पढ़ते हैं. അവിടെ പരിശുദ്ധാത്മാവിന്റെ ഹിതം ആ 38 വർഷം രോഗമുള്ള വ്യക്തി മാത്രം സൗഖ്യമാകുക എന്നുള്ളതായിരുന്നു. മറ്റുള്ളവർ സൗഖ്യമാകുക എന്നുള്ളത് ദൈവത്തിന്റെ സമയമല്ലായിരുന്നു. हाँ, वहाँ पे जो पवित्र आत्मा का इच्छा ये था या परमेश्वर की इच्छा ये था कि वो खाली एक व्यक्ति जो 38 साल से पड़ा हुआ व्यक्ति चंगा हो जाए, बाकी लोगों को चंगाई का समय नहीं था. അതുകൊണ്ട് ദൈവിക കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ വളരെയധികം ശ്രദ്ധിക്കുന്നവരായി പരിശുദ്ധാത്മാവിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ
ഓരോ ചലനങ്ങളെയും ശ്രദ്ധിക്കുന്നവരായി അതിനെ മനസ്സിലാക്കുന്നവരായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. इसलिए जो परमेश्वर की सेवकाई या ये वरदानों का उपयोग करने वाले लोग जो है परमेश्वर के इच्छा के अनुसार या परमेश्वर की इच्छाओं को समझ के चलना बहुत जरूरी है. യേശു കൂട്ടം കൂട്ടമായി ജനങ്ങളെ സൗഖ്യമാക്കിയതായ ചില ഉദാഹരണങ്ങൾ റെഫറൻസ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു പോവുകയാണ്. എടുത്ത് വായിക്കുന്നില്ല, റെഫറൻസ് പറയാൻ നിങ്ങളത് നിങ്ങളുടെ നോട്ട് ബുക്കുകളിൽ, നിങ്ങളുടെ ഐപാഡുകളിൽ എവിടെയാണെന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പ്രയോജനമാകും. പിന്നത്തെ यीशु मसीह ने झुंड को बहुत सारे झुंड को अभी चंगा किया करके हम देखते हैं. आप उसको नोट करके रखिएगा. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം ഒരു വാക്യം. मत्ती सुसमाचार उसका 4 का 23 और 24. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-ഉം 12-ഉം. उसका 8-ന്റെ 16. मत्ती सुसमाचार उसका 8 का 16. 12-ന്റെ 25. उसी का 12-25. 14-ന്റെ 19. 14 का 14. 15-ന്റെ 30. 15 का 30. 9-ന്റെ 2. 19 का 2. 19-ന്റെ 2. 21-ന്റെ 14. 21 का 14. ശ്രദ്ധിക്കണം, ഇതെല്ലാം മത്തായി സുവിശേഷത്തിലാണ് ഞാൻ പറഞ്ഞത്. ये सारी जो है मत्ती सुसमाचार से. ഒന്നുകൂടെ പറയാം, മത്തായി സുവിശേഷത്തിൽ നിന്ന് തന്നെ ചില വാക്യങ്ങളാണ്. 4-ന്റെ 23, 24. मत्ती सुसमाचार उसका 4 का 23 और 24. 8-ന്റെ 16. 8 का 16. 12-ന്റെ 25. 12 का 25. 14-ന്റെ 14. 14 का 14. 15-ന്റെ 30. 15 का 30. 19-ന്റെ 2. 19 का 2. 21-ന്റെ 14. 21 का 14. ഇനി അടുത്ത് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34. मरकुस सुसमाचार उसका 1 का 34. 3-ാം അധ്യായത്തിന്റെ 10. 3 का 10. 6-ന്റെ 5. 6 का 5. ഈ വാക്യങ്ങൾ 13, അതിന്റെ 13. 6 का 5 और 13. ഒന്നുകൂടെ പറയാം, മർക്കോസിന്റെ സുവിശേഷം 1-ന്റെ 34. मरकुस 1 का 34. 3-ന്റെ 10. 3 का 10. 6-ന്റെ 5-ഉം 13. 6 का 5 और 13. അതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം लूक समाचार അതിന്റെ 4-ന്റെ 20. 4-ന്റെ 40. 4 का 40. 5-ന്റെ 15. 5 का 15. 6-ന്റെ 17 മുതൽ 19 വരെയും. 6 का 17 से 19. 9-ന്റെ 11. 9 का 11. ഒന്നുകൂടെ പറയാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 40-ഉം. लूक 4 40. 5-ന്റെ 15. 5 15. 6-ന്റെ 17. 6 17. 9-ന്റെ 11. 9 11. ഇത് പ്രത്യേകിച്ചെടുത്ത് തന്നിരിക്കുന്നത് യേശുക്രിസ്തു കൂട്ടം കൂട്ടമായി യേശുവിൻ്റെ അടുക്കൽ വന്ന വിവിധ തരത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കിയ ഒരു സംഭവമാണ്. ये सारी रेफरेंस आपको इसीलिए दिया है कि यीशु मसीह ने अलग अलग बीमार से पीड़ित झुंड से आए हुए लोगों को चंगाई किया. യേശു ഇൻഡിവിജ്വലായി സൗഖ്യമാക്കിയതും യേശുക്രിസ്തു കൂട്ടമായി സൗഖ്യമാക്കിയതുമായ നിങ്ങൾക്ക് റെഫറൻസ് തരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, यीशु मसीह झुंड के समेत लोगों को और अलग अलग तरीके से निजी से भी चंगाई किया लोगों को अलग अलग मैं क्यों बता रहा हूँ. കർത്താവിൻ്റെ ശുശ്രൂഷയും നമ്മുടെ ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. क्योंकि परमेश्वर यीशु मसीह का सेवकाई और हमारी सेवकाई में फर्क है. കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ യഹൂദന്മാരൊഴികെ ബാക്കി ആർക്കും ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഏക ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധമില്ല. जब यीशु मसीह इस पृथ्वी में आया था उस समय जो यहूदी लोगों को छोड़कर किसी को भी परमेश्वर के बारे में कोई ज्ञान नहीं था. കർത്താവിൻ്റെ ഉദ്ദേശം തന്നെ യഹൂദരും ബാക്കിയുള്ള സകല ജാതികളും ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും സ്വർഗരാജ്യം അവർക്കുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം. यीशु मसीह का आने का मतलब ही यही था कि पृथ्वी के सारे लोग, यहूदी लोग नहीं, पूरे दुनिया के लोग, जाति जाति के लोग जो है परमेश्वर को जाने और अनंत राज्य ये सबको मिल जाए करके उनको समझाए. उनके बारे में यही था उनका आने का इच्छा. അതുകൊണ്ട് കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കിയാൽ 100 കണക്കിന് 1000 രോഗികളെ സൗഖ്യമാക്കിയതും ചിലയിടങ്ങളിൽ ഒരു രോഗിയെ സൗഖ്യമാക്കിയതും തമ്മിലുള്ള വ്യത്യാസം കർത്താവിൻ്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. इसलिए ये अलग अलग तरीके से झुंड के लोगों को चंगाई किया, जो निजी व्यक्तियों को चंगाई किया, ये सब उनके सेवकाई का एक तरीका है. അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കണം. ये हमें समझना है. കാരണം നമ്മളെ ഒത്തിരി രോഗികളെ സൗഖ്യമാക്കണം എന്നുള്ളതായ ചിന്തകളൊക്കെയും കടന്നു വരുമ്പോൾ അതിൽ എന്താ പറയുന്നത്, ദൈവനാമത്തിൻ്റെ മഹത്വമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകാവുള്ളൂ.
जब बहुत झुंडों को या बहुत सारे लोगों को चंगाई करने का जब वक्त आता है तो उसमें आपको सोचना है इसमें परमेश्वर की इच्छा है या नहीं है. ഇനി രോഗസൗഖ്യത്തിൻ്റെ ഒരു തത്വം കൂടെ ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. अब मैं जो चंगाई का एक नियम बता के आगे രോഗസൗഖ്യത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. രോഗിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. जब चंगाई के समय जो बीमार आता है उसके अंदर एक विश्वास होना चाहिए. അത് മാത്രമല്ല നമ്മളിൽ എന്താ പറയുന്നത് ദൈവവുമായി സഹകരണവും നമ്മൾ ചെയ്യണം. तो परमेश्वर के साथ एक मिलजुल के हमें ये काम करना है. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. परमेश्वर के ऊपर हमें एक विश्वास होना चाहिए. അതുപോലെ തന്നെ ദൈവവുമായിട്ട് പൂർണ്ണമായ സഹകരണം നമുക്കുണ്ടാകണം. और परमेश्वर के साथ मिलके हमें काम करना है. അതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് പറഞ്ഞിട്ട് പോകാൻ മുമ്പോട്ട് ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമുക്ക് കാണാൻ കഴിയും, യോഹന്നാനും പത്രോസും കൂടെ മുടന്തനെ സൗഖ്യമാക്കുന്നത്. प्रेरितों की किताब में हम एक उसके लिए एक दृष्टांत दे सकते हैं. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പത്രോസിനോട് ആ മുടന്തൻ വെള്ളിയോപ്പനോ അല്ലെങ്കിൽ പണം ചോദിക്കുമ്പോൾ പത്രോസ് അവനെ ഉറ്റുനോക്കിയാണ്. യോഹന്നാനും പത്രോസും കൂടെ അവനെ ഉറ്റുനോക്കി. जब ये लंगड़ा व्यक्ति जो है इन दोनों को देखता रहा, पत्रुस और यूहन्ना को, तो उन्होंने क्या जवाब दिया? അപ്പം ഞങ്ങളെ ഉറ്റുനോക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കിയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. तो यूहन्ना के साथ उसकी ओर ध्यान से देखकर कहा, हमारी ओर देख. सो वो उनसे कुछ पाने को आशा रखते हुए उनकी ओर ताकने लगा. ഈ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് അവരെ ഉറ്റുനോക്കി എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിനകത്തൊരു വലിയ വിശ്വാസം കാണാൻ നമുക്ക് കഴിയും. कुछ मिलेगा करके उनको देखा है करके वहां लिखा है. ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് എന്തോ ലഭിക്കും എന്നുള്ളതാണ്, അല്ലാതെ രോഗസൗഖ്യം ലഭിക്കുമെന്നോ പണം കിട്ടുമെന്നോ ഒന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വല്ലതും കിട്ടും എന്നുള്ളൊരു പദമാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. हाँ, वहाँ पे लिखा है कि कुछ मुझे मिलेगा, इनसे मुझे कुछ मिलेगा. അപ്പൊ എന്തോ അവരിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസം ആ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. उस व्यक्ति के अंदर एक ऐसा विश्वास था, मुझे इनसे कुछ मिलेगा. ഇനി അടുത്ത 7-ാമത്തെ വചനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ട് അവന്റെ വലം കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. और उसने उसका दाहिना हाथ पकड़ के उसे उठाया. ആ എഴുന്നേൽപ്പിക്കുമ്പോൾ മുടന്തനായ വ്യക്തിയാണ്. അവന് വേണമെങ്കിൽ പറയായിരുന്നു, അയ്യോ സാറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, നിങ്ങൾ പെട്ടെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എഴുന്നേക്കാൻ ഒക്കത്തില്ല, ഇതൊക്കെ വേണം എന്ത് ചെയ്യാൻ പറയാമായിരുന്നു. लेकिन जब उन्होंने उनको उठाया तो वो बोल सकते थे कि मैं बहुत साल से ऐसे बैठा हूँ, मैं खड़ा नहीं हो पाऊंगा, अब ये क्या कर रहे करके पूछ सकते थे. എന്നാൽ പത്രോസിനോടും യോഹന്നാനോടും ആ വ്യക്തി സഹകരിച്ചു. लेकिन पत्रुस और यूहन्ना के साथ उसने साथ दिया. ശ്രദ്ധിക്കണം, വിശ്വാസമുണ്ടായി പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് എന്തോ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയും पहली बात है उसके अंदर विश्वास आया कि मुझे इनसे कुछ मिलेगा. അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവരോട് സഹകരിച്ച് എഴുന്നേൽക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇതാണ് സഹകരണവും വിശ്വാസവും രോഗശാന്തിക്ക് വളരെ ആവശ്യമാണെന്ന് പറഞ്ഞതിന് കാരണം. और जब उनको उन लोगों ने उनको उठाने लगा तो वो साथ दिया है खड़े होने के लिए. यही है कि विश्वास और साथ देना. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവരും ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വിശ്വാസം വരികയും യേശു ആജ്ഞാപിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കെടുത്ത് നടക്കുക, പോവുക, പലയിടത്ത് ശീലോകം കുളത്തിൽ പോയി കണ്ണ് കഴുകുക എന്നൊക്കെയും പറയുമ്പോൾ അവർ അത് അനുസരിച്ചത് കാണാം. വിശ്വാസം അനുസരണത്തിലേക്ക് അവർ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. यीशु मसीह के सेवकाई में भी हम ये देख सकते हैं कि यीशु मसीह ने अगर किसी को बोला है कि चंगा होने के लिए तो उनके अंदर विश्वास आया और वो जैसे यीशु ने कहा है वैसे उन लोगों ने करने के लिए भी तैयार भी हो गया. ഇത് രണ്ടും ഒരുമിച്ച് ക്രിയ ചെയ്തപ്പോഴാണ് ഇവിടെ എല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ये दोनों बातें, ये विश्वास और कार्य दोनों मिलके काम किया, तब जाके वहाँ पे चंगाई. ഇനി രോഗസൗഖ്യങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം, രോഗസൗഖ്യം എന്ന കൃപാവരം ദൈവം തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? अब ये चंगाई का वरदान परमेश्वर ने हमें क्यों दिया है? രോഗികളായിട്ടുള്ളവരെ അല്ലെങ്കിൽ ശരീരത്തിൽ ബലഹീനരായിട്ടുള്ളവരെ വിടുവിക്കുവാനും ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ അഴിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ കൃപ പകരപ്പെട്ടിരിക്കുന്നത്. परमेश्वर ने ये वरदान इसलिए लिया है कि बीमार लोगों को छुटकारा दे और शरीर से, उनके शरीर से शैतान की सारे ताकतों को तोड़ दे. ഹല്ലേലൂയ. അതിന് 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. इसके लिए हम 1-2 वचन सीखेंगे. യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. यूहन्ना के पत्री में उसका यूहन्ना 3:8 को पढ़ेंगे. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നില്ല. അടുത്ത വാക്യമാണ് നമ്മുടെ വിഷയം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
जो कोई पाप करता है वो शैतान की ओर से है, क्योंकि शैतान आरंभ से पाप करता है। परमेश्वर का पुत्र इसलिए प्रकट हुआ कि शैतान के कामों को नाश करे। പിശാചിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാനാണ് കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ രോഗസൗഖ്യം കർത്താവിന് കൊടുക്കപ്പെട്ടത്. शैतान के कामों को तोड़ने के लिए यीशु मसीह आए हैं। ആമേൻ, ഹല്ലേലൂയ. हालेलुया। നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. प्रेरितों की किताब उसका 10 का 38 में एक बार और चले हम। നസ്രയനായിരിക്കുന്ന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്ന് ഇതുകൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. कि परमेश्वर ने किस रीति से यीशु नासरी को पवित्र आत्मा और सामर्थ्य से अभिषेक किया। वो भलाई करता और सबको जो शैतान के सताए हुए थे अच्छा करता फिरा, क्योंकि परमेश्वर उनके साथ था। ആമേൻ, ഹല്ലേലൂയ. हालेलुया। നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തു ചെയ്തതിൽ കൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. ये सारी बातें जब यीशु मसीह ने किया तो यीशु मसीह का इच्छा यह था कि उसके द्वारा परमेश्वर के नाम की महिमा हो। ഒരു വാക്യം കൂടെ വായിക്കാം. एक वचन और पढ़ेंगे। ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. लूक रचित समाचार उसका 13 का 15। എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് യേശു പറഞ്ഞു. और क्या उचित ना था कि वो स्त्री जो इब्राहिम की बेटी है, जिसे शैतान ने 18 वर्ष से बांध रखा था, शबत के दिन इस बंधन से छुड़ाई जाती। ആമേൻ. आमीन। അപ്പോൾ ശത്രുവിന്റെ പ്രവർത്തികളെ അഴിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനുമായിട്ടാണ് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഈ ശുശ്രൂഷ ചെയ്തത്, അല്ലെങ്കിൽ കർത്താവിൽ ഈ കൃപാവരം പകരപ്പെട്ടത്. यीशु मसीह के अंदर ये वरदान सारे इसलिए भरा था कि शैतान की सामर्थ्य को तोड़ने के लिए और सारे बीमारों को छुड़ाने के लिए। നമ്മൾ യേശുക്രിസ്തുവിൽ ദൈവീയ കൃപാവരം പകരപ്പെട്ടതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम यीशु मसीह के अंदर ये परमेश्वर की वरदान है किस लिए भरा हुआ था, उसी को हम पढ़ते हैं। ഇത് നമുക്കും അപ്ലിക്കബിൾ ആണ്. हमारे लिए भी ഈ ये सारी ശുശ്രൂഷകൾ बातें ചെയ്യുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാർക്കും ഇത് യോജിക്കുന്നതാണ്. परमेश्वर के द्वारा चुना हुआ संत लोगों को, परमेश्वर के दास लोगों के लिए भी ये सहायता करता है। രോഗികളെ സൗഖ്യമാക്കുകയും അതുപോലെ തന്നെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ്റെ ഗുണമായി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. परमेश्वर के नाम के महिमा होने के लिए सारी बातें हमें करना है। ഹല്ലേലൂയ. हालेलुया। അടുത്ത് യേശുക്രിസ്തുവിന്റെ മേൽ ഈ കൃപാവരം പകരപ്പെട്ട ഉദ്ദേശം യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അല്ലെങ്കിൽ ദൈവമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. दूसरी बात है, यीशु मसीह के अंदर ये सारे वरदान इसलिए भरा था कि वो परमेश्वर का पुत्र है करके दिखाने के लिए। നമുക്ക് ഒരു വാക്യം വായിക്കാം. इसके लिए हम एक वचन को पढ़ेंगे। യോഹന്നാന്റെ സുവിശേഷം 36 മുതൽ 10-36 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കാം. यूहन्ना ने सुसमाचार उसका 10 का 36 से लेके 38 तक। ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നെന്ന് എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് അല്ലെങ്കിൽ പരീശന്മാർ ചേർന്ന് യേശുക്രിസ്തുവിന് വിരോധമായി സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. जब यीशु मसीह के विरुद्ध वहां पे खड़े होने वाले हर एक जो फरीसी लोग और सदूकी लोग यीशु मसीह के विरुद्ध बोलने लगा, तो यीशु मसीह ने बोला वो बात नहीं है। ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നു. ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. आमीन। हालेलुया। जो जिससे पिता ने पवित्र ठहरा कर जगत में भेजा है, तुम उसको कहते हो कि तू निंदा करता है, इसलिए कि मैंने कहा कि मैं परमेश्वर का पुत्र हूँ। यदि मैं अपने पिता के काम नहीं करता तो मेरी प्रतीति ना करो, परंतु यदि मैं करता हूँ तो चाहो मेरी प्रतीति ना भी करो, परंतु इन कामों की तो प्रतीति करो, ताकि तुम जानो और समझो और कि पिता मुझ में है और मैं पिता में हूँ। ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഈ ക്രിയ ചെയ്തതെല്ലാം ഉദ്ദേശം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവ് ഇരുന്നുകൊണ്ട് കർത്താവിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്ന് തെളിയിക്കുവാനായിട്ടാണ് യേശുക്രിസ്തുവിൽ ഈ കൃപാവരം പകരപ്പെട്ടത്. यीशु मसीह के अंदर ये सारी वरदान इसलिए भरा हुआ था और यीशु मसीह ने सारी बातें इसलिए किया था कि यीशु मसीह के अंदर परमेश्वर पिता परमेश्वर है और इनके द्वारा ही वो ये सारे काम करके लोगों को समझाने। ഞാൻ പറഞ്ഞല്ലോ, നമുക്കും ഇത് അപ്ലിക്കബിൾ ആണ്. നാമും ഈ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട്
ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവീയ കൃപാവരം നമുക്ക് തരുന്നത്. हमारे द्वारा भी यही होना चाहिए. अगर हम ऐसे कोई काम करते हैं तो उसके द्वारा परमेश्वर के नाम की महिमा होना चाहिए. परमेश्वर के नाम की महिमा के लिए ही हमें ये करना चाहिए. അടുത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാൻ, വചനം അത് തന്നെയാണെന്ന് അല്ലെങ്കിൽ വചനമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. दूसरी बात है कि वचन को और दृढ़ बनाने के लिए भी ये काम करते हैं. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന അവസാന അധ്യായം, അതിന്റെ 17 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇങ്ങനെ കർത്താവ് യേശുക്രിസ്തു അവരോട് അരുളിച്ചത് സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ ദൈവത്തിൻ്റെ വചനത്തെ കർത്താവ് ഉറപ്പിച്ചു പോന്നു. आमीन. और विश्वास करने वालों में से ये चिन्ह होंगे कि वो मेरे नाम से दुष्टात्माओं को निकालेंगे, नई नई भाषा बोलेंगे, सांपों को उठा लेंगे, और यदि वे नाशक वस्तु भी पी जाए तो भी उनकी कुछ हानि ना होगी. वे बीमारों पर हाथ रखेंगे और वे चंगे हो जाएंगे. निदान प्रभु यीशु उनसे बातें करने के बाद स्वर्ग पर उठा लिया गया और परमेश्वर की दाहिनी ओर बैठ गया. और उन्होंने निकलकर हर जगह प्रचार किया और प्रभु उनके साथ काम करता रहा. और इन चिन्हों के द्वारा जो साथ होते थे वचन को दृढ़ करता रहा. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും ദൈവം ദൈവീയ കൃപാവരങ്ങളെ നൽകി തരുന്നു. परमेश्वर के वचन को दृढ़ कराने के लिए भी परमेश्वर ये वरदानों को उपयोग करवाता है. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. अब खास एक बात को हम ध्यान देंगे. ഈ കൃപാവരങ്ങളുടെ എല്ലാം പ്രധാന ഉദ്ദേശം എന്താണ്? ये सारे वरदानों के द्वारा परमेश्वर क्या चाहते हैं? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവം മാനവജാതിക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്ന എന്താ പറയുന്നത് സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ആ നന്മയിലേക്ക് ദൈവം മനുഷ്യന് പ്രധാനമായി തന്ന അല്ലെങ്കിൽ ഗിഫ്റ്റായി തന്ന ദൈവത്തിൻ്റെ കൃപയിലേക്ക് അവരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. आमीन. ये सारे वरदानों का एक ही लक्ष्य है कि परमेश्वर की और लोगों को खींचे और ये सुसमाचार परमेश्वर के वचनों का जो सुसमाचार जो है लोगों तक पहुंच जाए. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ളതായ ഭാഗം. उसके लिए हम एक वचन को पढ़ेंगे. मत्ती सुसमाचार उसका 4 का 23 से 25 तक. പിന്നെ യേശു ഗലീലയൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനക്കാരെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശുവിൻ്റെ സ്തുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പുലി, യെരുശലേം, യഹൂദ, യോർദാനക്കര എന്നീ ഇടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. आमीन. और यीशु सारे गलील में फिरता हुआ उनकी सभाओं में उपदेश करता और राज्य का सुसमाचार प्रचार करता और लोगों के हर प्रकार की बीमारी और दुर्बलता को दूर करता रहा. और सारे सीरिया में उसका यश फैल गया. और लोग सब बीमारों को जो नाना प्रकार की बीमारियों और दुखों में झगड़े हुए थे और जिनमें दुष्टात्माएं थी और मिर्गी वालों और झोले के मारे हुओं को उसके पास लाए और उसने उन्हें चंगा किया. और गलील और देकापुलिस और यरूशलेम और यहूदिया से और यरदन के पार के भीड़ की भीड़ उसके पीछे हो ली. ശ്രദ്ധിക്കണം. നമ്മൾ 23-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ ശ്രമിക്കുകയാണ്. മത്തായി 4:23. പിന്നെ യേശു ഗലീലയിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. यीशु सारे गलील में फिरता हुआ उनकी सभाओं में उपदेश करता और राज्य का सुसमाचार प्रचार करता और लोगों को हर प्रकार की बीमारी और दुर्बलता से दूर करता रहा. ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രോഗികളെ സൗഖ്യമാക്കുകയായിരുന്നല്ല. यीशु मसीह का सेवकाई का खास उद्देश्य क्या था? ये नहीं था कि मतलब लोगों को चंगाई करे. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശം പട്ടിണി കിടക്കുന്നവരെ അവർക്ക് പൂർണ്ണ നേരം ആഹാരം കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. हाँ, यीशु मसीह का ये भी लक्ष्य नहीं था कि जो भूखे लोगों को खाना खिलाएं. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശം
സാത്താന്യ ബന്ധനങ്ങളെ കെട്ടിക്കിടക്കുന്നവരെ സൗഖ്യമാക്കുക എന്നുള്ളതായിരുന്നില്ല. यीशु मसीह का सेवकाई का ये भी खास लक्ष्य नहीं था कि जो शैतान की चंगुल में पड़े हुए लोगों को छुड़ाए. യേശു ക്രിസ്തുവിൻ്റെ പ്രധാന ശുശ്രൂഷയുടെ ഉദ്ദേശം ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. यीशु मसीह का सेवकाई का खास उद्देश्य या लक्ष्य ये था कि परमेश्वर के राज्य को या अनंत राज्य लोगों के बीच में प्रकट करें. എന്താണ് ദൈവരാജ്യം എന്ന് യേശു അവർക്ക് ഈ ശുശ്രൂഷകളിൽ കൂടെ അല്ലെങ്കിൽ ഈ പ്രവർത്തികളിൽ കൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതാണ് ദൈവരാജ്യം. परमेश्वर का राज्य क्या है करके लोगों को समझाते थे यीशु मसीह ഈ सारी सेवकाइयों के द्वारा. പിശാചിന്റെ ബന്ധനമില്ലാത്ത, शैतान की जो जहाँ पे पकड़ नहीं है, രോഗമില്ലാത്ത, जहाँ पे बीमारी नहीं है, ദാരിദ്ര്യമില്ലാത്ത, गरीबी नहीं है, ശാപമില്ലാത്ത श्राप जहाँ नहीं है, ഒരു അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനാണ് കർത്താവ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള തൻ്റെ ശക്തി മുഴുവൻ തെളിയിച്ചു കാണിച്ചത്. आमीन. ये सारे सेवकाई के द्वारा यीशु मसीह ने ये प्रकट किया है कि परमेश्वर का राज्य कैसा है. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവരാജ്യത്തെ ആരും പ്രസന്റ് ചെയ്യുന്നില്ല. लेकिन आजकल हम देख सकते हैं कि परमेश्वर के राज्य को कोई प्रकट नहीं करवा रहा. അത് ദൈവരാജ്യമാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിറഞ്ഞു നിൽക്കേണ്ട വിഷയം. हमारे दिल के अंदर हमेशा ये भरा होना चाहिए कि परमेश्वर के राज्य के बारे में, राज्य की चिंता. ദൈവരാജ്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ബോധം ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. परमेश्वर के बच्चों के अंदर एक ऐसा मन होना चाहिए कि परमेश्वर के राज्य क्या है करके एक समझ होना चाहिए. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് ഉണ്ടാകുകയുള്ളൂ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യത്തുള്ളൂ. तभी हम परमेश्वर के राज्य के लिए काम करेगा. നമ്മൾ പലയിടങ്ങളിലും ശുശ്രൂഷിക്കുന്ന എല്ലാം കാണുമ്പോഴത്തേക്കിന് അടുത്ത വർഷം നമുക്ക് അനുഗ്രഹം ഉണ്ടാവും, അടുത്ത വർഷം നമുക്ക് നന്മയുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള നന്മകളെ പറ്റിയാണ് ശുശ്രൂഷിക്കുന്നവരും പ്രവചിക്കുന്നവരും എല്ലാം പറയുന്നത്. जब हम दूसरों के सेवकाई को देख सकते हो तो हम उसमें सुन सकते हैं कि ये लोग सब ये बोलते हैं कि अगले साल आपके लिए भलाई होगा, अच्छा होगा. ये पृथ्वी की सारी आशीषों के बारे में लोग बताते हैं. എന്നാൽ യേശു ക്രിസ്തു ലൗകികപരമായിരിക്കുന്ന ഒരു കാര്യത്തിനും മുൻതൂക്കം കൊടുത്തിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. लेकिन यीशु मसीह इस पृथ्वी की कोई भी बातों में पहला खास जगह नहीं दिया करके हम देखते हैं. യേശു നിങ്ങളോട് പറഞ്ഞ എന്താണ്, അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. यीशु मसीह ने अपने चेलों को भी यही समझाया है कि परमेश्वर का राज्य निकट है. യേശുവിൻ്റെ നാളുകളിൽ ആ ദേശത്തുണ്ടായ ജനങ്ങൾക്ക് ഈ യേശു ക്രിസ്തു ദൈവരാജ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായൊരു ബോധം ഈ ദൈവീയ കൃപാവരങ്ങളിൽ കൂടെ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ കൂടെ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തു. यीशु मसीह उस समय के लोगों को जो ये दिखाया कि चिन्ह और चमत्कार के द्वारा कि परमेश्वर की राज्य क्या है और परमेश्वर का राज्य निकट है. അവരുടെ ഉള്ളിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആ ഭാവന അല്ലെങ്കിൽ സ്വപ്നം കർത്താവ് ഇൻപുട്ട് ചെയ്തു. उनके मन के अंदर एक ऐसा इच्छा जताया है कि परमेश्वर के राज्य में पहुंचने का. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒന്നും കർത്താവിനെ വിട്ട് എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടും പോകാതിരുന്നതിന് കാരണം. इसलिए यीशु मसीह को छोड़ के वो चेले लोग और उनके सारे साथी लोग इसलिए नहीं गया. ഇവിടെ നമുക്ക് നന്മകളൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും സകല നന്മകളും ദൈവം സ്വർഗരാജ്യത്തിൽ നമുക്ക് വച്ചിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ബോധം അവർക്കുണ്ടായിരുന്നു. अगर इस पृथ्वी के अंदर हमें कुछ आशीषें ना मिले कोई बात नहीं, लेकिन हमें स्वर्ग राज्य में सारे आशीषें रखा हुआ है करके एक चिंता उनके अंदर थी. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. इसलिए परमेश्वर ने, यीशु मसीह ने मत्ती समाचार में कहा है जहाँ आपके धन है वहाँ आपका मन रहेगा. ഇന്ന് ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നു, അനേക ദിവസങ്ങൾ 7, 21, 40 ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അവിടെ എല്ലാം പ്രസംഗിക്കപ്പെടുന്നതായ മെസ്സേജുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ आजकल हम देख सकते हैं जहाँ पे आजकल जो उपवास की प्रार्थना चलते हैं 7 दिन की 21 दिन की, उन सब में क्या बोला जाता है? നമുക്കറിയാമല്ലോ, ഇയർ എൻഡായി കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഭൗതികപരമായിരിക്കുന്ന നന്മകളെക്കുറിച്ചുള്ള ദൂതുകളാണ് ആവശ്യം. हमें पता है साल की अंत हो गया है, इसलिए नए साल में प्रवेश करने से पहले सबको ये इच्छा है कि अगले साल हमें क्या आशीष मिलेगा, क्या इस पृथ्वी की कौन सी आशीष मुझे मिल सकता है, या आर्थिक में कैसे हमारी उन्नति होगा करके इच्छा जताते. എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവ് വന്നാൽ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെട്ടാൽ എത്ര പേര് എടുക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് പലർക്കുമില്ല.
लेकिन आज रात अगर यीशु मसीह आएंगे तो कौन कौन उठाया जाएगा करके एक विश्वास किसी के अंदर भी नहीं है। ഇവിടെ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാം വിട്ടിട്ട് നമ്മൾ പോകേണ്ടി വരും. यहाँ पे जो भी हमारे पास है इन सबको छोड़ के जाना पड़ेगा. പലരും അതുള്ളത് കൊണ്ട് പോകുമെന്ന് തന്നെ സംശയമാണ്. हाँ, मुझे ये भी शक है कि जिनके पास ये सारे संपत्ति है वो लोग जाएंगे भी. കാരണം കോടിക്കണക്കിന് മക്കളും മക്കളുടെ പേരിലും മക്കളുടെ പേരിലും ജനിക്കാത്തവരുടെ പേരിലും ഒക്കെയും കോടിക്കണക്കിന് പണവും സ്വത്തുകളും സ്ഥലവും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇതെല്ലാം വിട്ടിട്ട് പോകണമെന്ന് പറയുമ്പം ഇതിനേക്കാളും വലുതാണ് സ്വർഗരാജ്യത്തിൽ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ദർശനം ഉണ്ടെങ്കിലല്ല പോകാനൊക്കത്തുള്ളൂ. इस पृथ्वी के अंदर बहुत सारे धन और संपत्ति इकट्ठे करके लिखे हुए लोगों के अंदर ऐसा एक सोच होगा कि मैं ये सारे छोड़ के कैसे जाऊं और जो अनंत राज्य मिलेगा करके बोल रहे वहाँ पे ये सारे होंगे या नहीं होंगे. एक दर्शन नहीं है परमेश्वर के राज्य के बारे में. പലരുടെയും ദൈവമക്കളെന്ന് പറയുന്ന പലരുടെയും ഹൃദയത്തിലെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ഭൗതികപരമായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്വർഗരാജ്യം എന്നാണ് നമ്മൾ ഇതിൽ നമ്മൾ സന്തോഷിക്കുക, നമ്മൾ ആനന്ദിക്കുക എന്നുള്ളതാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. परमेश्वर के लोग बोलने वाले परमेश्वर के बच्चों के अंदर भी आजकल यही सोच है कि अगर इस पृथ्वी के अंदर आशीष मिल गया तो हमारा स्वर्ग राज्य यही है. ഇവിടെ നമുക്ക് ലഭിച്ചത് കൊണ്ട് ഇനി നമുക്ക് മറ്റുള്ളതൊന്നും ആവശ്യമില്ലെന്നുള്ള ഒരു ചിന്തയാണ്. കാരണം ഇത് സ്വർഗമായിട്ട് അവർ കരുതിയിരിക്കുന്നത്, ഭൂമിയിലെ നന്മകളാണ് സ്വർഗമായിട്ട് കരുതിയിരിക്കുന്നത്. बहुत लोग ऐसे समझते हैं कि इस पृथ्वी की आशीष ही स्वर्ग राज्य है. അങ്ങനെയാണെന്ന് ഒരിക്കൽ കർത്താവ് വാഗ്ദത്തം തരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഞാൻ പോയതുപോലെ തിരിച്ചു വരുമെന്നും ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കുവാൻ പോകുവാണെന്നൊന്നും കർത്താവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. अगर ऐसा हो तो यीशु मसीह ऐसे हमें बोल के जाने की जरूरत नहीं था कि मैं दोबारा आऊँगा और तुम्हें लेके जाएंगे और मेरे पिता के घर में पिता के जहाँ रहते हैं वहाँ पे बहुत सारे घर है, वहाँ पे आपके लिए मैंने घर तैयार करने जा रहा हूँ करके बोल के जाने की जरूरत नहीं था. കർത്താവ് കള്ളം പറയുകയല്ലോ. परमेश्वर झूठ नहीं बोलेंगे. അപ്പോൾ യേശു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്ന് വരില്ല, സ്വർഗരാജ്യത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ എത്തിക്കുവാനാണ്. अगर यीशु मसीह ने अगर हमें कोई वायदा दिया है तो उसका पूर्ति करने के लिए परमेश्वर जरूर जागते रहेंगे. അത് മനസ്സിലാക്കി അത് പൂർണ്ണമായും ഗ്രഹിച്ചെടുത്താൽ മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. अगर इन सारी बातों को ग्रहण करके आगे चलेंगे तभी उस अनंत राज्य की एक दर्शन परमेश्वर के बच्चों के अंदर होगा. അപ്പോൾ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി തരിക എന്നുള്ള പ്രധാന ഉദ്ദേശമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷകളിലെല്ലാം വെളിപ്പെട്ടു വന്നിരുന്നത്. यीशु मसीह के ये सारे सेवकाइयों से ये उद्देश्य था, ये लक्ष्य था कि परमेश्वर के राज्य लोगों के बीच में प्रकट हो. ശ്രദ്ധിക്കണമേ, ഞാൻ ഒന്നുകൂടെ ആ ഭാഗം വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23. പിന്നെയും യേശു ഗലീലയെല്ലാം ചുറ്റി സഞ്ചരിച്ച് അവിടെ പള്ളികളിൽ ആദ്യം ചെയ്തത് ഉപദേശിക്കുകയായിരുന്നു. हम उसी वचन को फिर से पढ़ रहे हैं. मत्ती समाचार उसका 4:23. यीशु सारे गलील में फिरता हुआ उनकी सभाओं में उपदेश किया. सबसे पहले क्या उपदेश दिया? ദൈവരാജ്യത്തെ പറ്റി, परमेश्वर के राज्य के बारे में, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ പറ്റി, परमेश्वर के राज्य के उस समाचार के बारे में, അല്ലെങ്കിൽ ദൈവം മാനവജാതിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല വാർത്തയെ പറ്റി. नहीं तो पूरे दुनिया के लोगों को परमेश्वर के ये सृष्टि को रखा हुआ उस आशीष के बारे में. ഇതായിരുന്നു കർത്താവിന്റെ പ്രധാന വിഷയം. അതായിരുന്നു ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യുക. यीशु मसीह का खास लक्ष्य यही था कि परमेश्वर के राज्य को प्रकट करें. എന്നാൽ കേവലം ഉപദേശിക്കുക മാത്രമല്ല, ആ ദൈവരാജ്യം എങ്ങനെ ഉള്ളതായിരിക്കുമെന്ന് കർത്താവ് തൻ്റെ ശുശ്രൂഷകളിൽ കൂടെ അല്ലെങ്കിൽ തൻ്റെ മറ്റുള്ള ഗിഫ്റ്റുകളിൽ കൂടെ जनത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. खाली उपदेश ही नहीं किया, उन्होंने अपने कामों के द्वारा और अपने सारे चिन्ह चमत्कारों द्वारा वो प्रकट भी किया है कि परमेश्वर का राज्य कैसा है. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യമാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നത്. उसके बाद यीशु ने कहा है कि आनंद राज्य, स्वर्ग राज्य आपके लिए दिया हुआ. ശിഷ്യന്മാരുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ ഞാൻ പഠിപ്പിച്ചതൊക്കെയും അല്ലെ പ്രമാണിപ്പാൻ തക്കവണ്ണമായി മറ്റുള്ളവരെ നിങ്ങൾ ഉപദേശിക്കണം. यीशु मसीह मत्ती समाचार उसके आखिरी अध्याय में हम देखते हैं अपने चेलों को समझा रहे हैं कि मैंने तुम लोगों को जो समझाया है, जो तुम्हें सिखा रखा है, आप दूसरों को भी समझाइए और सिखाइए. എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? यीशु मसीह ने क्या सिखाया? ദൈവരാജ്യത്തിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. आनंद राज्य के उस नियम रीति के बारे में. ദൈവരാജ്യം എന്താണെന്ന് പഠിപ്പിച്ചു. परमेश्वर का राज्य और स्वर्ग राज्य क्या है करके पढ़ाया. ഇത് ആരനുസരിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു അവരെ രക്ഷിക്കപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തിട്ട് അവരെ ശിഷ്യന്മാരാക്കണം. हाँ, ये कोई भी लोग अगर जो लोग उसको समझते हैं और उसका आदर करते हैं
उनको अपने चेले बनाओ। ആ ശിഷ്യന്മാരാക്കുന്നവർ എന്ത് ചെയ്യണം? ഗുരു പറഞ്ഞത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. चेले बनने वालों को क्या करना चाहिए? जो गुरु ने सिखाया वो दूसरों को सिखाना। ഇതാണ് യേശു വന്നതും യേശു നമ്മളെ പഠിപ്പിച്ചതും. इसलिए यीशु मसीह आया और हमें सिखाया। എന്നാൽ ഇതൊക്കെ വിട്ട് വളരെ ദൂരം സഭ മാറിപ്പോയി. लेकिन इन सारी चीजों से बहुत दूर चले गए कलीसिया। ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. अब कलीसिया ऐसे चल रहे हैं कि इसके कोई भी लेना देना है। അത്ഭുതമില്ല, അടയാളമില്ല, രോഗശാന്തിയുമില്ല, ഒന്നുമില്ല. चिन्ह नहीं है, चमत्कार नहीं है और कोई चंगाई की। പാരമ്പര്യമായിട്ട് കുറച്ച് പേരിരുന്ന് ആരാധിക്കുന്നു. पारंपरिक रीति से कुछ लोग आराधना, അവിടെ തലമുറകൾ ആരാധിക്കുന്നു. उनके जो पीढ़ी जो है പക്ഷെ അവർക്കൊന്നും ലഭിക്കാത്തത് കൊണ്ട് തലമുറകൾ പോലും ഇപ്പോൾ വളരെയധികം കുറച്ച് പേരെ ആരാധനയ്ക്ക് വരുന്നുള്ളൂ, സഭകളിൽ കടന്നു വരുന്നുള്ളൂ. लेकिन उनको कुछ मिल नहीं रहा आत्मिक रीति से, इसलिए उसमें से भी बहुत कम लोग कलीसिया जाते हैं। ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്തിനെ പ്രൊജക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തി കാണിക്കുവാൻ വന്നോ ആ ദർശനം വിട്ട് അല്ലെങ്കിൽ സഭ മാറിപ്പോയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ऐसे क्यों हो रहा? वो इसलिए कि यीशु मसीह ने जो हमें दर्शन दिया था उसके अनुसार लोग चल नहीं रहा। ദൈവദാസന്മാർക്ക് പ്രസംഗിക്കാൻ സബ്ജക്റ്റ് തപ്പി തപ്പി നടക്കേണ്ട ആവശ്യമുണ്ട്. परमेश्वर के लोगों को सेवकाई करने के लिए या प्रचार करने के लिए उसके लिए कोई विषय ढूंढने की जरूरत है। ഒരാഴ്ച ഈ സബ്ജക്റ്റ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മറ്റേ സബ്ജക്റ്റ് പ്രസംഗിക്കണം, അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റ് തരംതിരിച്ചെടുക്കണം, ടൈറ്റിൽ ഉണ്ടാക്കണം, പിന്നെ അതിന് പ്രസംഗം ഉണ്ടാക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. लोगों परमेश्वर के दासों का बहुत मुश्किल है कि हर हफ्ते जो है अपने प्रचार करने के लिए उसके लिए कोई विषय ढूंढना है और उसको तैयार करना है और लोगों को बताना है। അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച വെച്ച് മാത്രം പ്രസംഗിച്ചാൽ പോലും 52 പ്രസംഗം ഉണ്ടാക്കണം. अगर खाली इतवार को ही अगर प्रचार करे तो भी 52 प्रचार तैयार करना है। എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിന് പ്രസംഗ വിഷയം എന്ന് പറഞ്ഞത് ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. लेकिन यीशु मसीह को देखो, लेकिन उनके पास कोई ऐसा कोई संकट नहीं है। യേശു ഒരിടത്തും പോയി വേറെ ഒരു വിഷയവും അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഒരു തലക്കെട്ട് എടുത്ത് പ്രസംഗിച്ചിട്ടില്ല. ഒറ്റ ഒരു തലക്കെട്ട് മാത്രം യേശുവിനുള്ളായിരുന്നു, ദൈവരാജ്യം. यीशु मसीह ने कहीं भी जाके एक ऐसा कोई एक विषय को नहीं ढूंढा है कि यही प्रचार करना है करके। यीशु मसीह को एक ही विषय था प्रचार करने के लिए। യേശു ക്രിസ്തുവിന്റെ ഒറ്റ ലക്ഷ്യം അതായിരുന്നു, ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിതമാക്കി അതിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരിക. यीशु मसीह का एक ही लक्ष्य था कि परमेश्वर के राज्य लोगों के बीच में बताए और वो परमेश्वर का राज्य लोगों के बीच में प्रकट करे। അനന്തമായ, നിത്യമായ, നിരന്തരമായ, എന്നേക്കുമുള്ള അല്ല മാനവജാതിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ഉരുവാക്കി വെച്ച ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉന്നതമായ പദ്ധതിയിലേക്ക് ജനത്തെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു യേശുവിൻ്റെ അതിൻ്റെ ഉദ്ദേശം. यीशु मसीह का सोच और काम इसलिए था कि लोगों को उस परमेश्वर की उस दिल की इच्छाओं के पूर्ति के लिए, परमेश्वर के दिल के अंदर की वो सोच जो उसको पूर्ति करने का लक्ष्य था. അതിനാണ് കർത്താവ് ഈ പരിശുദ്ധാത്മാവിൽ കൂടെ ഈ സകല കൃപാവരങ്ങളും വെളിപ്പെടുത്തിയത്. इसलिए पवित्र आत्मा के द्वारा ये सारे वरदान हमें दिया. നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. അടുത്ത് ഈ കൃപാവരങ്ങൾ നമുക്ക് തരുന്നതിന് ഉദ്ദേശം ദൈവത്തിൻ്റെ നാമം. അത് ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു, കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മഹത്വം ഉപയോഗിക്കുന്നവർക്ക് പോകും, ദൈവത്തിന് പോകത്തില്ല. दूसरी बात हम सीख रहे हैं कि ये सारे वरदानों के द्वारा हम जो करते हैं, जो भी काम कार्य करते हैं, उसके द्वारा अगर हम परमेश्वर को महिमा नहीं देंगे तो वो सारे महिमा जो है उस करने वाला व्यक्ति के ऊपर जाता है. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. खास विषय ये है कि हम परमेश्वर को महिमा दें. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം उसका 2:12. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. और वो उठा और तुरंत खाट उठाकर और सबके सामने से निकलकर चला गया. उस पर सब चकित हुए और परमेश्वर की बड़ाई करके कहने लगे कि हमने ऐसा कभी नहीं देखा. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. एक और वचन पढ़ेंगे हम, लूक सुसमाचार उसका 13:13. അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്ത ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 42. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വഹിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു അല്ലെങ്കിൽ മഹത്വം കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. लूक सुसमाचार उसका 13:13. तब उसने उस पर हाथ रखे और वो तुरंत सीधी हो गई और परमेश्वर की बड़ाई करने लगी. और वो तुरंत देखने लगा और परमेश्वर की बड़ाई करता हुआ उसके पीछे हो लिए और सब लोगों ने देखकर परमेश्वर की स्तुति की. ആമേൻ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. അവൻ്റെ ശിഷ്യന്മാർ റബി
ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മന്മാരെങ്കിലും പാപം ചെയ്തില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിന് അത്ര എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 2:9-2-3. यूहन्ना सुसमाचार उसका 9 और 3। और उसके चेलों ने उनसे पूछा, हे रब्बी, किसने पाप किया था कि ये अंधा जन्मा, और इस मनुष्य ने या उसके माता पिता ने? यीशु ने उनको उत्तर दिया है कि ना तो इसने पाप किया था और उसके माता पिता ने, परंतु वो इसलिए हुआ है कि परमेश्वर के काम उसमें प्रकट हो. ആമേൻ, ഹല്ലേലൂയ. സോറി. അപ്പോൾ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം അതാണ്, ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനായിട്ട് മാത്രമേ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കാവൂ. ये सारे वचन हमने इसलिए पढ़ा है कि उसके द्वारा हमने देखा है परमेश्वर के नाम की महिमा हुआ है. तो हमारे जो भी काम हम इस वरदानों के द्वारा करता है तो उनके द्वारा परमेश्वर के नाम की महिमा होना चाहिए. പ്രാരംഭത്തിലെ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും അനുസരിക്കാതെ ദൈവീയ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. शुरुआत में ही मैंने कहा है कि परमेश्वर की पवित्र आत्मा की इच्छा के विरुद्ध ये वरदानों का उपयोग करना अच्छा नहीं है. കാരണം ദൈവത്തിൻ്റെ ആത്മാവിന് പരിപൂർണ സ്വാതന്ത്ര്യമുള്ള, അല്ലെങ്കിൽ ദൈവാത്മാവ് എവിടെയാണോ അത് പ്രയോഗിക്കണമെന്ന്, അല്ലെങ്കിൽ ആ കൃപാവരം ഉപയോഗിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അവിടെ മാത്രമേ ആ ദൈവീയ കൃപാവരം ഉപയോഗിക്കാവുള്ളൂ. जहाँ पे परमेश्वर चाहता है कि इस वरदानों का उपयोग हो जाए, वहीं पे आपको उसको उपयोग करना है. ആമേൻ, ഹല്ലേലൂയ. हालेलुया. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പോയി ചേരുകയുള്ളൂ. और आप ऐसे करोगे तभी उस महिमा परमेश्वर को मिलेगा. അല്ലെങ്കിൽ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ ദൈവം എനിക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട് എന്ന ഉദ്ദേശത്തിൽ ദൈവഹിതമല്ലാത്ത ദൈവിക നടത്തിപ്പല്ലാതെ പോയി ഈ കൃപാവരങ്ങളെ ഉപയോഗിക്കുമ്പോൾ പിശാച് അതിനെ ശക്തമായി മുതലെടുക്കുവാനിടയാവും. लेकिन इस सारी चीज़ों के विरुद्ध, परमेश्वर की इच्छा के विरुद्ध ये वरदान मिलने वाले लोग जो है उसका उपयोग करेंगे तो वहाँ पे शैतान का അനേക ഇടങ്ങളിൽ അഭിഷക്തന്മാരെ കൃപ പ്രാപിച്ചവര് ഈ ഒരു തത്വം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതുകൊണ്ട് പലരെയും പിശാച് തെറ്റിച്ചു കളയാനിടയായി. बहुत सारे परमेश्वर के लोग जो है ये इस वरदानों का दुरुपयोग किया, इसलिए शैतान ने उनको गलत रास्ते पे ले चला है. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെയാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു ദൈവീയ കൃപ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നവർ പ്രാപിച്ചെടുക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. आमीन. ये सेवकाई करने वाले लोगों को सबसे पहले समझना चाहिए कि पवित्र आत्मा मुझे कैसे चला रहा है. യേശു ഓരോ മിനിറ്റും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഹല്ലേലൂയ ദൈവമക്കൾക്ക് കഴിയണം. हर एक पल में, हर एक जो समय में जो है पवित्र आत्मा की इच्छाओं को, पवित्र आत्मा की उस बातों को समझने का एक कान और ध्यान ये परमेश्वर के लोगों के अंदर होना चाहिए. യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? यीशु मसीह को परमेश्वर का पुत्र है करके क्यों कहते हैं? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. क्योंकि परमेश्वर का वचन कहता है जो परमेश्वर की पवित्र आत्मा जो जिनको चलाता है वो परमेश्वर के पुत्र हैं. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ വ്യക്തമായി നടത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. हाँ, यीशु मसीह जो है पवित्र आत्मा की अगुवाई में उनके इच्छा के अनुसार चलने वाले व्यक्ति थे. അതേ അനുഭവം തന്നെയാണ് ദൈവം നമുക്കും തന്നിരിക്കുന്നത്. वही सोच विचार परमेश्वर ने हमें भी दिया है. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ മാത്രമേ ദൈവത്തിന്റെ മക്കളാകത്തുള്ളൂ. परमेश्वर की आत्मा की अगुवाई में चलने वाला ही परमेश्वर का पुत्र कहलाएगा. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. റോമാലേഖനത്തിനകത്ത് എട്ടാമത്തെ അധ്യായത്തിനകത്ത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. रोमन की किताब में सारे बहुत साफ तरीके से लिखा हुआ है. समय की कमी की वजह से मैं नहीं बता रहा हूँ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. हाँ, परमेश्वर की आत्मा की अगुवाई में चलने वाले लोग परमेश्वर के पुत्र कहलाए. അതിന്റെ അർത്ഥം ഓരോ സെക്കൻഡും പരിശുദ്ധാത്മാവിനാൽ തന്നെ ഒരു ദൈവത്തിന്റെ പൈതൽ നടത്തപ്പെടണം. इसका मतलब यह है कि हर एक पल जो है परमेश्वर के लोग जो है पवित्र आत्मा की अगुवाई में चलना है. അല്ലെങ്കിൽ വഴിതെറ്റി പോവാൻ, അല്ലെങ്കിൽ പിശാച് നമ്മളെ കബളിപ്പിച്ച് കളയുവാൻ വളരെയധികം സാധ്യതകളുണ്ട്. नहीं तो परमेश्वर के उस पवित्र आत्मा के अगुवाई में नहीं चलेगा तो परमेश्वर के रास्ते से हम अलग हो सकते हैं. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കായനോട് കർത്താവ് പറയുന്നുണ്ട്, പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു.
क्योंकि परमेश्वर उत्पत्ति की किताब में कईन से कहते हैं कि पाप जो तुम्हारे दरवाजे के आगे खड़ा है നീ അതിനെ ജയിക്കണം. तुम्हें उसे जीतना है. അതാണ് ഒരു ദൈവവചനത്തിനുള്ള ദൈവത്തിന്റെ പ്രധാന കൽപ്പന. एक परमेश्वर के बच्चों के लिए परमेश्वर का पहला आज्ञा यही है. അപ്പൊ ദൈവത്തിന്റെ പൈതൽ അവനെ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വയ്ക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെച്ചാൽ മാത്രമേ പിശാചിന്റെ വലയിൽ വീഴാതെ വണ്ണം മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. आमीन. अगर एक परमेश्वर के बच्चे हैं तो उनको ये समझ के चलना है कि उसके सामने हर एक कदम में जो है पाप पड़ा है, तो पवित्र आत्मा की अगुवाई में चलेगा, तभी हम उस पाप से जीत के चल सकते हैं. പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ദൈവത്തിന്റെ പദ്ധതിയിലിരുന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുക എന്നുള്ളതാണ്. शैतान का सोच विचार यही है कि खास इच्छा यही है कि परमेश्वर की उस इच्छा से लोगों को अलग करे. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമോ, എന്തെല്ലാം രീതികളിൽ മനുഷ്യനെ കബളിപ്പിക്കുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ പിശാച് ചെയ്യും. परमेश्वर से लोगों को हटाने के लिए वो कुछ भी कर सकते हैं. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. इसलिए मैं ज्यादा ध्यान देना है. പ്രത്യേകാൽ അഭിഷക്തന്മാരെ ശുശ്രൂഷിക്കുന്നവരെ ദൈവ കൃപാവരങ്ങൾ ഉള്ളവരെ വളരെയധികം സൂക്ഷിക്കണം. खासकर परमेश्वर की सेवकाई करने वाले लोग, जो इस वरदानों का उपयोग करने वाले लोग जो है, इनको ध्यान देना. കാരണം അങ്ങനെയുള്ള പലരുടെയും ജീവിതം നമ്മളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചില നാളുകൾ കഴിയുമ്പോൾ അല്ല പിശാചിനാൽ കബളിക്കപ്പെട്ടവരായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. क्योंकि ऐसे लोगों को अगर ध्यान करें तो हम देख सकते हैं कुछ शुरुआत के दिन के बाद जो है वो शैतान के द्वारा चलाए चलते हैं. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം മാറിപ്പോകുന്നതും ദൈവിക ഉദ്ദേശം മാറിപ്പോകുന്നതും അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മാറിപ്പോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. जैसे उनको बुलाया था परमेश्वर ने, उनका शुरुआत की बुलावट को छोड़ के वो उनके रास्ते से अलग चलते हैं और उनका सोच विचार बदल जाते हैं करके हम देखते हैं. ഈ കൃപാവരങ്ങളെല്ലാം ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ നൽകുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സകലയിടങ്ങളിലും ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടണമെന്നുള്ളതാണ്. हमें ये वरदान हमें परमेश्वर इसलिए देता है कि इन सारी बातों के द्वारा परमेश्वर के नाम की महिमा हो. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ രോഗശാന്തിയുടെ കൃപാവരത്തെ കുറിച്ചും പാടുവാനായിട്ടിടയായി. बीमारी चंगाई के इस वरदानों को भी हमने सीखा है. ഞാൻ ചിന്തിക്കുന്നു രോഗശാന്തിയുടെ കൃപാവരം ഏകദേശം അവസാന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെന്ന് വിചാരിക്കുന്നു. चंगाई के वरदानों के बारे में मैंने सोच रहा हूँ कि मैं आखिरी बात भी आपको सिखा दिया. ഇനി ഒരു കൃപാവരങ്ങളോടെ നമ്മളെ നവകൃപാവരത്തിൽ ഒരു കൃപാവരങ്ങളെ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും കൃപാവരങ്ങളോടെ നമ്മളെ ശ്രദ്ധിക്കണം, പഠിക്കേണ്ടതായിട്ട് ആവശ്യം. अब ये 9 वरदानों के अंदर आखिरी एक वरदान है, उसके वरदानों के बारे में हम सीखेंगे. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തുടർന്ന് പഠിക്കുന്നതായിരിക്കും. और परमेश्वर की यीशु मसीह की आना देरी है तो हम आगे उसको सीखेंगे. ഞാൻ പറഞ്ഞത് നിങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടെ വീണ്ടും വീണ്ടും ഈ യൂട്യൂബ് ചാനലുകൾ ശ്രദ്ധിക്കുകയും പറഞ്ഞ റെഫറൻസുകൾ ശ്രദ്ധിക്കുകയും അത് വീണ്ടും നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആഴമായ മർമ്മങ്ങൾ ദൈവാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. मैं ये विचार करता हूँ कि YouTube के द्वारा जो मेरे बताए वो सारे बातों का बार बार सुने और उसके अनुसार वचन को पढ़िए तो आपको ये समझ में ഈ ബൈബിൾ സ്റ്റഡിയുടെ ഉദ്ദേശം തന്നെ പ്രോപ്പറായ നിലകളിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി തമ്പുരാൻ ആഗ്രഹിക്കുന്ന നിലകളിൽ ശുശ്രൂഷകളിൽ അഭിഷക്തന്മാർ വെളിപ്പെട്ട് വരണം, ശോഭിക്കണമെന്നുള്ളതാണ്. मेरा ये बाइबल स्टडी का उद्देश्य लक्ष्य यही है कि मतलब जो परमेश्वर के वचन के अनुसार लोग चले और परमेश्वर के लोग उसके अनुसार बदल जाए. പിശാച് നമ്മളെ കബളിപ്പിച്ച് കളയരുത്. शैतान हमें धोखा ना दे पाए. പിശാച് നമ്മളെ മോശം ചെയ്ത് കളയരുത്. शैतान हमारा दुरुपयोग ना करे. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. इसके लिए हमें ध्यान देना है. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे, हम प्रार्थना. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, स्वर्गीय पिता पवित्र परमेश्वर, ഈ അനുഗ്രഹീതമായ കർത്താവേ ഈ സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം. आशीष भरा हुए शाम के समय के लिए धन्यवाद. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. आपके हाथ में एक बार और हमें पूरी तरह समर्पण ദൈവമായ करते हैं. കർത്താവ് ധാരാളമായി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. परमेश्वर हमें बहुत आयर से आशीष करे. അവിടുത്തെ വചനം പഠിപ്പാൻ കർത്താവെ, അവിടുത്തെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാൻ ദൈവമായ കർത്താവ് രാത്രിക്കാലം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. परमेश्वर आपके वचन सीखने के लिए और आपके उस वरदानों के खासियत समझने के लिए हमें सहायता की. ലൈവിലും കർത്താവെ സ്തോത്രം, അതിനുശേഷം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. हर एक मीडियम के द्वारा हमें ध्यान देने वालों को आप आशीष करिए. ഈ ടീച്ചിങ്സ് മനസ്സിലാക്കാനുള്ള ദൈവകൃപ അവർക്ക് കൊടുക്കണം. ये जो समझाए हुए बातों को समझने का एक बुद्धि उनके अंदर പിശാചിനാൽ കബളിപ്പിക്കപ്പെടുവാൻ സ്വർഗ്ഗം അവിടുന്ന് അനുവദിക്കരുത്. शैतान उनको धोखा न दे पाए. വിതച്ച വചനങ്ങളെല്ലാം ക്രിസ്തുയേശുവിന്റെ രക്തം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ മുദ്രവയ്ക്കുന്നു. बोया हुआ आपके वचन को यीशु मसीह के उस लेहू से हम हर एक दिलों के अंदर मुद्रण करते हैं. തക്ക സമയത്ത് മില്യൺ ബില്യൺ ട്രില്യൺ
ടൈംസ് അനുഗ്രഹമായി അവരുടെ ജീവിതത്തിൽ മാറണം. समय पर वो बहुत आय से उनके जीवन के अंदर वो आशीष का कारण കർത്താവ് പ്രവർത്തിക്കണം. आप कार्य करिए, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. अपने प्रार्थनाओं को सुन लीजिए യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से। ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും നമ്മെ ആശ്വസിച്ച് വഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടേണം. നമ്മോടുന്ന പ്രാർത്ഥന സകല വിഷയങ്ങളോടും പ്രത്യേക കേൾക്കപ്പെട്ട വചനത്തോടുകൂടി കർത്താവിന്റെ രണ്ടാം വരവിലെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. आमीन। രാത്രികാലം ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. आमीन। परमेश्वर आपको बहुत आय से आशीष करने पाए। इतवार की आराधना में अगर परमेश्वर की इच्छा है तो हम मिल के आराधना करेंगे, स्तुति करेंगे।